ഇങ്ങനെയല്ല പറഞ്ഞാലോ മാത്തുക്കുട്ടി, നമ്മള് പരിചയക്കാരല്ലേ? ജപ്പാനാ സാധനം, ഒറിജിനൽ. രൂപയൊക്കെ ഞാൻ പിന്നെ തരാം, ഇതെനിക്ക് വേണം. ഇതൊക്കെ മാറ്റി പിന്നെ അങ്ങ് ഫിറ്റ് റൈബാന. എങ്ങനെയുണ്ട്? അല്ല, വിറ്റ് വിറ്റപ്പോ നമ്മളെ കടലിനകത്ത് തരാ ബോർഡിംഗ് കച്ചവടം. ഞാൻ വെറുതെ എടുത്തു നോക്കിയതാ. എന്തെടുത്ത് നോക്കണേ? എടാ, അട്ടനെ പിടിച്ച് മെത്തേക്ക് എടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. മനസ്സിലായോ? നമുക്ക് ഈ തുണിക്കച്ചവടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിർത്തണ്ടേ? അന്ന് പറഞ്ഞ പിന്നെ ഞാനിത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തതാ. ഇപ്പൊ ഡയറക്റ്റ് അളിയാൻ വന്നപ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാ, ഗിഫ്റ്റൊക്കെ ആയിട്ട്. ആ ഒന്നിനും വേലപ്പനും കണ്ടില്ലല്ലോ. അവരെവിടെയെങ്കിലും ഊരുറ്റാൻ പോയി കാണും. സമയം 11 ഞാൻ ലോഡ് ഏറ്റിട്ട് മണിക്കൂർ 2. ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? താൻ തന്റെ ജോലി ചെയ്താൽ മതി, അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ. എടാ, അവര് വന്ന പിന്നെ എനിക്കൊന്ന് സ്വസ്ഥായിട്ട് കിടക്കാൻ പറ്റേ. താൻ വായി നോക്കിക്കാ, ലിസ്റ്റ് വാങ്ങി നോക്കണോ? അല്ല മോനെ മാത്തുകുട്ടി, ഇങ്ങോട്ട് വേണം അല്ലേ? അത് നോക്കട്ടെ. കച്ചവടം കൂടുതൽ ഇവിടെ വേണമെന്ന് പലതവണ പറഞ്ഞിട്ടില്ല എന്നോട്. കസ്റ്റമേഴ്സിന് ഗ്യാസ് കിട്ടില്ല എന്ന് കേട്ടാ അന്റെ ഗ്യാസ് ഞാൻ പോക്കും. അനക്ക് ഗ്യാസ് വരും ഇപ്പൊ. ഇത്രയും വലിയ പ്രസന്റേഷൻ കാണുമ്പോ മമ്മി ഒന്ന് ഞെട്ടുമല്ലേ? ഞെട്ടിപ്പൊട്ടിത്തെറിക്കും. മമ്മി, അമ്മേ, മമ്മി, അമ്മേ. ഇല്ലേ? കിച്ചണിൽ ഫുഡ് കുക്കിയായിരിക്കും. മമ്മി, അമ്മേ. മമ്മി, അമ്മേ. മമ്മി, 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 ഇന്നലെ രാത്രി മുതൽ അവരെ കാണാനില്ല. നേരം വെളുത്തപ്പോ പാൽക്കാരനെ പറഞ്ഞത് കൊച്ചമ്മയെ കാണാനില്ലെന്ന്. ഞാൻ രാവിലെ പോലീസിനെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ ശബ്ദമൊക്കെ കേട്ടു. എന്താ സംഭവം ഒരു പിടിയുമില്ല. അവിടെ പറഞ്ഞത് നിങ്ങളാരാ? ഞങ്ങൾ മമ്മിയുടെ ഫ്രണ്ട്സാ. ഓഹോ, നിങ്ങളാണ് ഇവിടെ കൂടെ കൂടെ ഒരാളോ അല്ലേ? അതെ. കേറി വണ്ടിയില്. അയ്യോ, അമ്മയുടെ പിറന്നാളായതുകൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന. ഞങ്ങൾ നിരപരാധികളാണ് സാർ. അതൊക്കെ സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. ഞങ്ങൾ സാർ നടക്കടൂ. ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ സാർ? അയ്യോ,
മെല്ലെ സൂക്ഷിച്ച്. ആ. കിടന്നോളൂ. അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ മോക്ക് നിങ്ങളൊക്കെ ഉള്ളൂ. പഴയതൊന്നും ഓർത്ത് ദേഷ്യം തോന്നരുത്. ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഒരു ആവശ്യത വരുമ്പോഴല്ലേ സഹായിക്കേണ്ടത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ. മോളെ, ഇതുകൊണ്ട് അകത്ത് വെക്ക്. നിനക്ക് അവളെ ഇഷ്ടമാണെന്നറിയാം. എനിക്കൊരു എതിർപ്പുമില്ല. എല്ലാം അവനെ കൂടെ അറിയിക്കണം. എന്റെ മോനെ എവിടെയാണോ ആവൂ. ഏയ്, അവൻ എന്തെങ്കിലും ജോലി കിട്ടിക്കാണും, അല്ലെങ്കിൽ വരാതിരിക്കില്ല. അസുഖമെന്ന് അറിഞ്ഞു കാണുകയല്ല, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. നീ പോയി ഈ കാര്യം ഒന്ന് പറയണം. ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അസുഖം അറിഞ്ഞാ അവൻ ഓടിയെത്തും. ഇവിടെ വേറെ ആരും ഇല്ലാന്നറിയാലോ. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. വരൂ. ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. വരട്ടെ. ശരി. അച്ഛന്റെ സമ്മതം കിട്ടിയപ്പോ സമാധാനമായി. ഞാൻ ഇന്ന് തന്നെ പോയി അന്വേഷിക്കാം. പക്ഷെ പണ്ടാരടങ്ങാനായിട്ട് ഞാൻ ഇവനെ എവിടെ പോയി തപ്പും? ഇനി എറണാകുളത്ത് ചെന്നാൽ തന്നെ വല്ല എത്തുംപിടിയുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഒരു എഴുത്തുണ്ടായിരുന്നു. എന്തോ ജോലി ശരിയായിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്നെ. അതിൽ അഡ്രസ് ഉണ്ടോ? അഡ്രസ് ഇല്ല. ഒരു കോയ ഏജൻസിയില് ഗ്യാസിന്റെ ഇടപാടെന്ന് എഴുതിയിരിക്കുന്നെ. ഞാൻ അതിൽ ഉണ്ണി ഒന്ന് അന്വേഷിക്കട്ടെ. കോയാന്നല്ലേ പറഞ്ഞത്? അതെ, കോയ ഏജൻസി. കുറച്ചു ദിവസം വൈകിയാലും ഞാൻ അവനെ കൊണ്ടേ വരൂ. ഇറങ്ങട്ടെ. കുറച്ചു ദിവസം ലാക്കപ്പിൽ കിടക്കണമെന്നായിരുന്നു എന്റെ ജാതകം. അത് നടന്നു. ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് ഇത്തവണ ഇടികൊള്ളാതെ രക്ഷപ്പെട്ടത് എന്റെ കാരണന്മാരുടെ ഭാഗ്യം. ഇനി ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത്ര പന്തിയല്ല. ഇവിടെ താമസിക്കാൻ ഞാനില്ല. ഇവിടെ താമസിക്കാതെ പിന്നെ നിന്റെ അമ്മയുടെ നായരുടെ വീട്ടിൽ പോയി താമസിക്കോ? എടാ, ഇത് അനാഥമായിട്ട് കിടക്കല്ലേ? അങ്ങനെ അങ്ങ് പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? പോലീസിനെയും പട്ടാളത്തിനെയും പേടിക്കാം. ഇനി ഈ ശവികളെ കൂടെ പേടിക്കണോ? അതെ, ഇപ്പൊ സ്റ്റേഷനിൽ പോരാൻ പറ്റിയ നിങ്ങളെ ഭാഗ്യം. ഇനി നിങ്ങൾ അതിന്റെ പിന്നാലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കണ്ട. കട്ടോനെ കണ്ടിട്ടില്ലേ കണ്ടോനെ പിടിക്കാന്ന് പറഞ്ഞ മാതിരിയോ അവസാനം. നിങ്ങളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് വരെ പറഞ്ഞ് കേസ് ഉണ്ടാക്കി നിങ്ങളെ കൊടുക്കും. കുരുങ്ങുന്നെങ്കിൽ കുരുങ്ങട്ടെ. മമ്മിക്ക് എന്ത് പറ്റിയെന്ന് അറിയണം. അതിന് ഈ എന്തിനാ ബേജാറാവണ്? എന്തെങ്കിലും ആവട്ടെ എന്ന് നിങ്ങൾ അതിൽ ഇടപെടണ്ട. എന്തേ? ഇല്ല, എവിടെയാണെങ്കിലും മമ്മിയെ കണ്ടുപിടിച്ച് തീരൂ. എടാ, നീ ഞാൻ പറയണോന്ന് കേക്ക്. അവരെവിടെങ്കിലും പോയി തൊലയട്ടെ. ഞമ്മക്ക് എന്ത് കാര്യം? വെറുതെ പുലിവാല് പിടിക്കണ്ട. ഒന്ന് നിർത്തണ്ടേക്ക. അവര് നിങ്ങൾക്ക് ആരും അല്ലായിരിക്കാം. എനിക്കങ്ങനെയല്ല. വളരെ സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. എനിക്കെന്തോ മമ്മിയോട് വല്ലാത്ത അടുപ്പം തോന്നി. സ്വന്തം അമ്മയോടൊന്നു പോലെ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മമ്മി എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഇനി ഞാൻ എങ്ങോട്ടേക്കുള്ളൂ. പോലീസുകാർ അന്വേഷിക്കുന്നില്ലേ? എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. മുമ്പൊരിക്കലും ഒരാൾ ഇവിടെ വന്ന് അവരുമായി വഴക്കുണ്ടാക്കുന്ന ഞാൻ കണ്ടു. ആര്? എപ്പോ? കഴിഞ്ഞ മാസത്തിലെന്നാ തോന്നുന്നത്. ഒരു സന്ധ്യക്ക് ഞാൻ ഗ്യാസ് കൊടുക്കാൻ വന്നപ്പോഴാ അവര് ഒരുപാട് കരയുന്നതും കണ്ടു. ആരാള്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നീ വിഷമിക്കൊന്നും വേണ്ട. 2-3 ദിവസം കഴിഞ്ഞ് അവരിങ്ങി വരും. അവർക്ക് ആരെങ്കിലും ഒക്കെ കാണാതിരിക്കോ? ഇനി പിറന്നാളായതുകൊണ്ട് ബന്ധുക്കളുടെ അടുത്തെങ്ങാനും പോയി സദ്യയൊക്കെ കൊണ്ട് പാർട്ടി സുഖിച്ചിരിക്കുകയായിരിക്കും. ഒരു ഉറുമ്പിനെ പോലും നുള്ളി നോക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ തമ്മിൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വഴക്കിന്റെ വല്ല കാര്യമുണ്ടോ? എത്രയോ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇവിടെയൊക്കെ വരേണ്ടി വന്നത്. എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്തു തരണം. ഞാൻ പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് തരണം. നിങ്ങൾക്ക് ഈ സ്വത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ ഒപ്പിടില്ല. എന്ത് വേണമെങ്കിലും ചെയ്തു. എന്തിനാ നമ്മൾ തമ്മിൽ ഈ വാക്ക് തർക്കം? എനിക്കൊരു വഴക്കുമില്ല. ദുഷ്ടൻ, കൊല്ലടാ എന്നെ, കൊല്ലേ. എന്തിനാ വെച്ചു നോക്കുന്നത്? ഇത് നിങ്ങളുടെ വീടല്ല,
ഒച്ച വെച്ചാൽ ഓടി വരാൻ അയൽക്കാരാരുമില്ല. പ്ലീസ് വെറുതെ വാശി പിടിക്കണ്ട. വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഏതായാലും ശാന്തമായി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഇവിടെ കിടന്നാകുമ്പോ സ്വസ്ഥമായിട്ട് ആലോചിക്കാം. ശല്യപ്പെടുത്താൻ ആരും വരില്ല. ഓക്കെ? അവർ രണ്ടുപേരും ആരാണെന്ന് അന്വേഷിച്ചോ? ഇവിടെയെങ്ങുള്ളവരല്ല. അവർക്ക് ഗ്യാസിന്റെ ഇടപാടാണെന്നാ. ഒരു കോയയാണ് അവരുടെ സഹായി. ഉണ്ണി, പത്രത്തിലെ പരസ്യം കണ്ടിട്ട് ബന്ധുക്കൾ ആരെങ്കിലും വരുമെന്നാ കരുതിയത്. അതുമില്ല. എന്റെ ബലമായ സംശയം കാശിയിലോ രാമേശ്വരത്തോ ആ പാവ അമ്മ സന്യസിക്കാൻ പോയി കാണുമെന്നാ. ആ പ്രായമാണല്ലോ. ഏയ് അങ്ങനെയൊന്നും ആവില്ല. മമ്മി വരും, വരാതിരിക്കില്ല. അതുവരെ നമുക്ക് കോള്, വേഷ ശാപ്പാട്, അല്ല ഒന്നാം തരം വീട്. ഇനി അവർ വന്നില്ലെങ്കിലോ ഈ വീട് നമുക്ക് സ്വന്തം. ആ കോയയുടെ കൂടെ കിടന്ന് ശരീരത്തിലെ ചോര മുഴുവൻ കൊതു കൊണ്ടുപോയി. ചിലപ്പാ ഓ നമുക്ക് ചുറ്റുപാടുള്ളവരുടെ വീടുകളൊക്കെ ഒന്ന് തിരക്കാം. ഓ നമ്മൾ തമ്മിൽ പരിചയമില്ല. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. നിങ്ങളാരാ? ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കയറി താമസിച്ചിട്ട് അവിടെ വരുന്നവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്? പ്ലീസ് കുറച്ചുകൂടി മര്യാദ വേണ്ടേ? അതല്ലേ ചോദിച്ചത്, നിങ്ങളാരാണെന്ന്. എന്നെ പരിചയമില്ല അല്ലേ? എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. കൽപ്പാത്തിയിലെ രഥോത്സവത്തിനാണോ അതോ സുചീന്ദ്രത്തെ തേരോട്ടത്തിനോ? സോറി, വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് നിങ്ങളുടെ വീടല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. പിള്ളേരാണെന്നറിയാം. പോലീസിലൊക്കെ അറിയിച്ചത് അപ്പോഴത്തെ വാശി കൊണ്ടാണെന്നും അറിയാം. സാരമില്ല, ഇനിയും സമയമുണ്ട്. ഈ രാത്രിക്കകം സ്ഥലം വിട്ടോണം. സ്ഥലം വിടാം. ഇതെന്റെ വീടാ. മനസ്സിലായി. ഞാൻ ഇനിയും വരും. എന്തിന്? അപ്പോ കൂടുതൽ ദേഷ്യത്തിലായിരിക്കും. ചിലപ്പോ രണ്ടിനെയും വരട്ടെ. അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ? വല്ലവരുടെ വീട്ടിൽ കയറി താമസിക്കുന്ന ന്യായമാണോ? എന്തൊരു നല്ല മനുഷ്യൻ. ആ തടിയൻ അവരുടെ ആളാ. നമ്മൾ വിചാരിച്ച പോലെയല്ല. അവരും നല്ല തയ്യാറെടുപ്പില്ല. ചിലപ്പോ ഒരു തുറന്ന പോരാട്ടം തന്നെ വേണ്ടി വരും. ഏതായാലും നിങ്ങൾ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മളെ ചെക്ക് ചെയ്യാനായിരിക്കും അവന്മാർ ആ തടിമാടൻ അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നേ. ഇവരാരാ? എങ്ങോട്ടാ രണ്ടും കൂടി? അതെ, നിങ്ങളാരാ? നിങ്ങൾ ആരാ? മനസ്സിലായില്ല. എവര്? നീ അറേഞ്ച് ചെയ്ത എന്നെ ആരോട് ചോദിച്ചിട്ടാ നിങ്ങളിനകത്തേക്ക് കയറിയത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത് സത്ര ഹോട്ടലൊന്നുമല്ല. അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ള മാന്യന്മാരായ രണ്ട് ചെറുപ്പക്കാർ താമസിക്കുന്ന വീടാണ്. അനുവാദമില്ലാതെ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നതാണോ അന്തസ്സഭിമാനവും? ഒന്നാമത് ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് ഓരോന്നും ഒന്ന് കേറിക്കോളൂ. എന്താണ് അതോ ആഗമന ഉദ്ദേശം? നീ വാടി, ആഗമനോദ്ദേശം. ഒന്ന് ഒരല് പോലെ, അടുത്തത് ഒലക്ക പോലെ. അതെ. എങ്ങോട്ടാ ഈ വച്ച് പിടിക്കുന്നത്? കൂടും കുടുക്കായിട്ട് ഇവിടെ താമസിക്കാമെന്നാണോ? ഇവിടെ ആരാ നിങ്ങളോട് താമസിക്കാൻ പറഞ്ഞത്? ഇതാര് കടുവ പിടിച്ച് കിടുവായോ? കടുവേം കിടുവേന്നുമല്ല, ഇവിടുത്തെ മമ്മിയുടെ ഒരേ ഒരു മോളാ ഇത്. സ്വന്തം മോളൊന്നുമല്ലല്ലോ. സ്വന്തം മോള് തന്നെ. ഈ മോൾ അല്പം ചവിട്ടും തൊടിയുള്ള കൂട്ടത്തിലാണ്. അളിയെ സൂക്ഷിക്കണം.
എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പത്രത്തിൽ വന്ന ഉടനെ വേണ്ടപ്പെട്ടവർ വരുന്നുണ്ടില്ലേ? ഇനിയും വരും. പതുക്കെ എനിക്ക് എന്താ എന്തു പറ്റി? ഓ പഴത്തൊലി. ഈ കിച്ചൺ കിടക്കണ കിടപ്പുണ്ടില്ലേ, തൊഴുത്ത് പോലെ. ഇതാര് ക്ലീൻ ചെയ്യും? താൻ തന്നെ ക്ലീൻ ചെയ്യണം. ചൂടായല്ലേ കൊച്ചേ, സമാധാനമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, സഹകരിക്കൂ, പരിഹരിക്കാം. പിന്നെ ഞങ്ങളിവിടെ ഭരിക്കാനും പൊറുക്കാനും വന്നൊന്നുമല്ല. മമ്മി ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. മമ്മിയെ കാണാതായപ്പോ അതിന്റെ അന്വേഷണമൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ കൂടിയതാ. അത് അന്വേഷിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നത്. അളിയാ, ഇവളുമാര് ലേഡി സീഡികളായിരിക്കുമെന്നാണ് എന്റെ നിഗമനം. അളിയന്റെയോ? എന്റെ സോറി. എത്രയായി? 5 രൂപ. എന്താണോ മഴ ആയതുകൊണ്ട് രണ്ട് ത്രിഗുണം പടപടാൻ നടിച്ചാലേ ഓടിയ ക്ഷീണം തീരും. 2 ത്രിഗു ലാർജ്. ഇനി വേണം ഒന്ന് ഖുഷിയാകാൻ. സോഡ വേണ്ട, ലൈൻ ക്ലിയർ ആകട്ടെ. ആ നാറി കുറുപ്പ് നമ്മളെ പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരിക്കുക. അവന്റെ കൂടെ വേറെ പോലീസുകാരും ഉണ്ടാവുന്ന എന്റെ പേടി. ഓരോ നുടിത്താ പഴയ ഒരു ചുരുക്കം അവരുണ്ട്. രണ്ടിനെയും പിടിപ്പിക്കുമെന്ന ആണായിട്ട് പറഞ്ഞല്ലേ. ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ നീ പിന്നെ അകത്താക്ക. ചോർന്നു പോയ ധൈര്യമൊക്കെ വെള്ളച്ചാട്ടം പോലെ പുറത്തു വരും. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഈ നാറി എങ്ങനെ അറിഞ്ഞു? അവൻ സീഡിയല്ലേ, പട്ടിയെ പോലെ മണത്ത് കണ്ടുപിടിക്കും. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എപ്പോ വേണമെങ്കിലും അവൻ ചാടി വീഴാം. ഇതാണ് ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്ന് പറയുന്നത്. വീട്ടിലേക്ക് പോയ അവന്മാരുടെ അടി, പുറത്തേക്ക് ഇറങ്ങിയ വലയുമായിട്ട് പോലീസും പട്ടാളവും. പട്ടാളത്തിന് പോകാൻ പറ. ഏത് വലയും പൊട്ടിക്കുന്ന തിമിങ്ങലമാണ് ഈ വേലപ്പൻ. കളിയാക്കാളടാ. ഓ നോക്കടാ, സോറി മിസ്റ്റർ കോയ, ആരെയും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവര് നമ്മുടെ ആളുകളല്ലേ. അവരെ ആ സ്ത്രീയുടെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് താങ്കളല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അവരെന്റെ ജോലിക്കാരാണ്. അവർ ഒരുപാട് വീട്ടിൽ പോവാറുണ്ട്. അത് പോട്ടെ, അവരിപ്പോ എവിടെയുണ്ട്? രാവിലെ ഗ്യാസ് കൊടുക്കാൻ പോയതാ. പോലീസിൽ അറിയിച്ചത്? പോലീസിലോ? എന്ത്? അല്ല, നമ്മളല്ല. നമുക്ക് ആ സ്ത്രീനെ അറിയില്ല, ആരും അറിയില്ല. നമ്മൾ ഈ ഗ്യാസ് വിറ്റ് പച്ചരി മേടിക്കുന്ന ആളാണ്. ഓഹോ, എന്തിനാ നമ്മൾ തമ്മിലൊരു വഴക്ക്? പിന്നെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. സത്യാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് കാര്യം ഒന്നും അറിയില്ല. ഓക്കെ ഓക്കെ മിസ് കോയ. ഈ ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി ഡോളി പറഞ്ഞ ഇതല്ല, ഇതിലപ്പുറവും ചെയ്യും. അങ്ങനെ സ്നേഹമുള്ള ആണുങ്ങള്. ഇവിടെ ഒന്ന് വേഗാവട്ടെ, പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ വച്ചുവിളമ്പി തരാൻ ഞങ്ങൾ വേലക്കാരൊന്നുമല്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെങ്ങനെ? ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ് പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം ഈ ജോലി തീർത്തിട്ട് വന്ന് അടുക്കള കയറും. ഒന്ന് നിന്നേ, ആ ഞാവായിലെ പേടിച്ചെന്നല്ലേ അടുക്കളയിൽ കയറുന്നത്. ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്, പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കാലം പഴങ്ങഞ്ഞി ഇരിപ്പുണ്ട്, അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. ഈ പഴങ്ങഞ്ഞിയുടെ കാര്യം ഇവിടെ എത്തിയോ? അതങ്ങനെ ഇതുവരെ ഒന്നും ആയില്ലേ? എന്താവാൻ? മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് 3 നേരം ദേഹാനങ്ങാതെ തിന്നാൻ കൊച്ചി രാജാവിന്റെ മരുമോനൊന്നും അല്ലല്ലോ. എത്ര നേരമായി കറിക്കരിയാൻ പറഞ്ഞിട്ട്?
പിന്നെ എനിക്ക് സഹായിച്ചാൽ കൊള്ളാന്നുള്ള മനസ്സിലേക്കൊണ്ട് കൂടുതൽ വെള്ളത്തിലെടുത്തൊരു പുല്ല് ഞാൻ ചെയ്യില്ല. വെറുതെ അല്ല, മൂക്കുമുട്ട രണ്ടിനും കഴിക്കണ്ടേ? ഏതായാലും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ ചെയ്യാം. നാളെ മുതലേ വേലപ്പനോട് ചെയ്യിച്ചോണം. വേലപ്പനായാലും കൊള്ളാം, കോലപ്പനായാലും കൊള്ളാം. ഇവിടെ താമസിക്കണമെങ്കിൽ അടുക്കള പണി ചെയ്തേ പറ്റൂ. അതേ മുളഞ്ഞു വന്നേ. പിന്നെ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ചോളാം, മനസ്സിലായോ? താൻ പോടോ, ഇത് നിന്റെ അച്ഛ വീടൊന്നും അല്ലല്ലോ. പിന്നെ ടൗണിലെ കോളേജിൽ പോയി 4 ലക്ഷം പഠിച്ചിന്റെ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതിലും വലിയ കോളേജിൽ 4-5 വർഷം ചരിച്ചിട്ട് തന്നെ ഞാനും പുറത്തിറങ്ങിയത്. നിന്റെ നടപ്പും പത്രാസൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. മമ്മിയുടെ മോളല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ വെച്ച മുത്തുപട്ടറ മോളാണെങ്കിൽ അഭ്യാസം എന്റെ അടുത്ത് ഇറക്കിയുണ്ടല്ലോ. ആട്ടിച്ചിനെ പല്ലിയങ്ങളിൽ പെട്ടെന്ന്. നാളെ പോലെ ഇവിടുത്തെ എല്ലാ ജോലികളും സ്വന്തമായിട്ട് ചെയ്തോളില്ലേ? സമയസമയത്ത് വെച്ച് വിളമ്പിത്തരില്ലേ? ഞാൻ കൊച്ചി രാജാവിന്റെ വരുമല. ഇതെന്റെ അച്ചി വീടാ. ഇതെന്താണ് മൊത്തം തരാൻ പറഞ്ഞു. മൊത്തം 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. എന്നതാ അങ്ങോട്ടോ? ഇതവിടെ പറ്റേച്ചി ബാക്കി 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. ഇപ്പൊ അവന്മാർ രണ്ടിനെയും കാണാനേ ഇല്ല. ഞാൻ തന്നെയാ പണി മുഴുവനും. അതുകൊണ്ട് ശമ്പളം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അതെ, എന്നെ പോലത്തെ പിശാചികളെ ജോലിക്ക് വെച്ചോണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ ശമ്പളം. അല്ലെങ്കിൽ നിനക്കെന്താ ശമ്പളം? കച്ചവടവും കിമ്പളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ പൊളിഞ്ഞ് പാളീസായി. അവന്മാര് വന്ന് കേറിയ പിന്നെ എനിക്ക് അതിനൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഞാനിപ്പോ പുതിയ ഐറ്റംസ് ഒന്നും എടുക്കൊന്നുമില്ല. അപ്പൊ പഴയ ഐറ്റംസ് തന്നെ ഒന്നുമില്ല കേൾക്കാൻ. അത് നന്നായി. അതുകൊണ്ട് ഇവിടെ കംപ്ലൈന്റ്സ് കുറവുണ്ട്. അല്ലെങ്കിൽ നീ കാരണം ഞാൻ കേൾക്കുന്ന തെറുക്കി വല്ല കയ്യും കണക്കുണ്ടാവോ? തൊപ്പിക്കച്ചവടക്കാരൻ. ഞാൻ തന്നെ തോറ്റ് തൊപ്പിട്ടിരിക്കുകയാണ് ഇവന്റെ ഇടയില്. ചേച്ചി ഇരിക്കുന്നു. കളിപ്പിക്കാനോടാ, സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലോ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങളെ ചേച്ചിയെ. ചേച്ചും വാച്ചൊന്നും പാടില്ല. ഇതൊരു ഗ്യാസിന്റെ കട. 10 വർഷം സർക്കസിൽ കത്തിയെറിഞ്ഞതാ ഞാൻ. എന്റെ അടുത്ത് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ഞങ്ങളിപ്പോ എന്ത് കാണും? എന്റെ യോമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെങ്കിൽ മര്യാദയ്ക്ക് പറ്റില്ല. ഞങ്ങളുടെ പൊന്നോമന ചേച്ചിയെ നീയും നിന്റെ ആൾക്കാർ കൂടെ ഹോസ്റ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയില്ലടാ. തട്ടിക്കൊണ്ടുപോകാൻ നിന്റെ ചേച്ചി എന്താണ് ഇപ്പൊ കേൾക്കണേ? ഇനി ഉണ്ണിയപ്പന്മാരുടെ കൂടെയുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരിക്കുമോ? കറക്റ്റ്. എവിടെയവർ? ഞങ്ങളുടെ മീന ചേച്ചിക്കും കൂട്ടുകാരിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി നിങ്ങളായിരിക്കും. അവരെ ഒളിപ്പിച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ ആ കളി തീക്കളിയാവും. ഇതൊക്കെ ആ വേലപ്പന്റെ വേലയപ്പായിരിക്കുള്ള. ആ വെറുതാണ് വേലപ്പൻ. അയാളോട് ചോദിച്ചാൽ ചേച്ചിയും പാച്ചിയും ഒക്കെ വിവരറിയാം. കുട്ടിത്തവാങ്കൾ. വാട്ട്സ് പ്രോബ്ലം? ഒരേ വേഷം, ഒരേ പൊക്കം, 4 പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു. ചുമ്മാ അവരെ എന്തിനാ പേടിക്കുന്നത്? അവരവിടെ വല്ല ഗ്യാസ് എടുക്കാൻ വന്ന പാർട്ടിക്കാരുമായിരിക്കും. അതെ, എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത്. ചേട്ടന് മഡോണ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന്? മറഡോണയുടെ എന്നാ പാസാ. മർഡോണയല്ല, മഡോണ. അതായത് പാട്ടുകാരി. അവരുടെ പാട്ട് ഇഷ്ടമാണോന്നാണ് ചോദിച്ചത്. ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ ഇഷ്ടം? 2 കാന്മാരെ ഇഷ്ടമാ. ആരാവന്മാര്? ചേട്ടന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഉടനെ ഒരു ഡോക്ടറെ കാണിക്കണം. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു. എന്തൊരു ഗ്ലാമർ. ഈ അടുത്തിടെ കൽക്കരി കനി ജോലി ചെയ്ത് കറുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ എന്റെ ഹൃദയത്തിൽ ചാടി കയറി കളഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല. ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല്ലു തന്നെ ഉണ്ടോ? ലേശം നീരുണ്ടല്ലോ. നല്ല ഉരുക്കൂത്ത കൈ. അധികം വെച്ചോണ്ടിരിക്കല്ലേ? ഇല്ല. ജലദോഷമുണ്ടോ? ഇല്ല. എന്താ? പിന്നെ ആരാ ചുമച്ചത്? ഞാനല്ല. പിന്നെ ആര്?
പൊക്കോ പൊക്കോ. ഏത് നാറിയടാ? നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് കഴിഞ്ഞോ? ഇനി അവന്മാരെ എപ്പോഴും അങ്ങോട്ട് കയറി വരാന്നറിയില്ല. അവര് ഗ്യാസ് എടുക്കാൻ വന്നവരാ, പേടിക്കാനൊന്നുമില്ലെന്ന് ഡോളി പറഞ്ഞു. അതും കേട്ടോണ്ടിരുന്നോ? അറിയാത്ത കുഞ്ഞെ ചൊറിയും പറയും. അതെങ്ങനെ അറിയും? അതെങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് പറയാൻ തന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേ? എന്താ അത്രയ്ക്ക് പറയാനുള്ളത്? വീര് ഏതായാലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കണ്ട, അത് അപകടം. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? വെറുതെ അതും പറഞ്ഞ് എന്റെ പുറകെ നടക്കാനല്ലേ? പിന്നെ നീ വലിയ ലോകസുന്ദരിയല്ലേ കണ്ടപ്പോ തന്നെ പുറകെ നടക്കാൻ. നിന്റെ മമ്മി ഓർത്തിട്ട് മാത്രം എല്ലാം ക്ഷമിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ. എന്ത് ചെയ്യും? ഇതുവരെ പോയില്ലല്ലേ? വേലപ്പനും ഞാനും പോകാൻ തുടങ്ങിയതാ. അപ്പോഴാ മമ്മിയുടെ മോള് വന്നത്. അവര് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്നത്. ഞാൻ സാധാരണ ഒരു പ്രാവശ്യം മാത്രമേ വാണിംഗ് കൊടുക്കാറുള്ളൂ. പിന്നെ നിങ്ങൾ പിള്ളേരാണല്ലോ എന്ന് വിചാരിച്ച് അന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. മകള് വന്നുകൊണ്ട് അവരിവിടെ. പ്ലീസ് എന്നെ കളി പഠിപ്പിക്കരുത്. മകളാണെങ്കിലും മകനാണെങ്കിലും ഇനി താക്കിയതില്ല. കാണാം. എന്താ? എന്തു പറ്റി? എന്തു പറ്റി ഉണ്ണി? ആരാ വിളിച്ചത്? പറയാം, സമയോട്ടെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഉണ്ണി എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന്. ഓ മൈ സ്വീറ്റ് ഡോളി. അയ്യോ, ഈ വേലപ്പന്റെ കാര്യം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അളിയാ, ഞങ്ങൾ സിറ്റിയിൽ ഒന്ന് ചെത്തി ഡോളിയുടെ കാശ് വാരി എറിഞ്ഞ് ഷോപ്പിംഗ് ആൻഡ് ഷോക്കിംഗ്. കൊണ്ടുപോയിക്കോളൂ. ഹലോ. എന്താ ഒരു വല്ലായ്മ പോലെ? അവര് പിന്നെയും വിളിച്ചിരുന്നു. അന്ന് വന്നാലോ? വീര് ഇവിടെ ഉള്ള കാര്യം അവരറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അപ്പൊ എന്റെ പേടി. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. ഇനി നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നീ ആരെയാ പേടിപ്പിക്കുന്നത്? കാണിച്ചു തരാം. എന്റെ കണക്കൂട്ടലൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല. വയസ്സുകാലത്ത് വെറുതെ വാശി പിടിക്കണ്ട. ഇനിയും എന്നെ വരുത്തരുത്. നീ എന്ത് പറഞ്ഞാലും നടക്കില്ല. പ്ലീസ് മര്യാദയ്ക്ക് പറഞ്ഞതുപോലെ അനുസരിക്കും.